ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നുണ്ടല്ലോ ഞാൻ വാഗമൺ വരെ പോവാണേ. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. മെറി സ്കൂളിലാണ്. സ്കൂളിൽ നിന്ന് മെറീനെ പിക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ വാഗമണിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങ് വാഗമൺ എത്താറായപ്പോൾ തൊട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്നത്. അതെന്നാ പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂമൊന്നും അങ്ങനെ ബുക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ആ പോകുന്ന വഴിയൊക്കെ ഞാൻ ഇങ്ങനെ റൂം തപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു. റൂംസ് ഉണ്ട്, പക്ഷേ അത്യാവശ്യം റേറ്റുള്ള റൂംസായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും റേറ്റിലൊന്നും പോയി താമസിക്കാൻ താല്പര്യമില്ല. കാരണം നമ്മൾ ഓൾറെഡി അവിടെ എത്തി, അവിടെ ഒന്ന് കറങ്ങി കഴിയുമ്പോൾ തന്നെ രാത്രിയാവും. പിന്നെ രാവിലെ 11-നുള്ളിൽ ചെക്കൗട്ടും ചെയ്യും. പിന്നെ അത്രയും അതിൻ്റെ ആവശ്യം. നമ്മൾ ഫ്രൈഡേ ആണ് പോകുന്നത്. മെറിയുടെ സ്കൂളൊക്കെ ഓൾമോസ്റ്റ് തീർന്നൊരു ഈവനിങ് ടൈം ആയപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ആദ്യം മൊട്ടക്കുന്നിലേക്കാണ് വന്നത്. എന്നിട്ട് അവിടെ ഒരു ഹോസ് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ 2 ഉണ്ടായിരുന്നു. ചെറുതിൽ 100 രൂപയും വലുതിൽ 200 രൂപയായിരുന്നു. അപ്പോൾ അതിലൊന്ന് കയറി ഇതാ 2 പേരും കൂടെ പോയിട്ട് തിരിച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറക്കമൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ നേരെ മൊട്ടക്കുന്നിലേക്ക് കയറി. അപ്പോൾ ഇത്രയും 50 രൂപയാണ് 3 പേർക്കും കൂടി വന്നേക്കുന്നത് മൊട്ടക്കുന്നിലേക്ക് കയറാൻ വേണ്ടി. ഈ മെറി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. മെറി കുഞ്ഞിലെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അത്ര ഓർമ്മയില്ല ഇതിന് മുന്നേ ഇവിടെ വന്നത്. പക്ഷേ ഇപ്പോഴത്തത് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ ഞങ്ങളൊരു പട്ടം മേടിച്ചു കേട്ടോ. 120 രൂപയായിരുന്നു ആ പട്ടത്തിന്. അപ്പോൾ വലിയ കാറ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും നമ്മൾ കുറച്ച് നേരമൊക്കെ പട്ടം പറത്തി. പിന്നെ ഇതിൻ്റെ ഓരോ മൊട്ടക്കുന്നും കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസം. നമ്മൾ ആദ്യം കണ്ട മൊട്ടക്കുന്നിലങ്ങ് കയറുമായിരുന്നു. നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നടക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അവിടെയൊക്കെ പോകണം കേട്ടോ. ഞങ്ങളൊക്കെ അവിടെ ഓൾറെഡി പോയിട്ടുണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ അങ്ങ് പോയില്ല. അപ്പോൾ ആ അടുത്ത മൊട്ടക്കുന്നിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ ചായയുടെ കടയുണ്ട്. അതുപോലെ തന്നെ നമുക്കവിടെ ഒരു കുഞ്ഞു മറ്റേ വെള്ളത്തിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ നമുക്കിങ്ങനെ വെള്ളത്തിൽ കൂടെ ഉള്ള ഓരോ എന്തൊക്കെയാണ് പറയുക, ബോട്ട് പോലത്തെ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പൈസ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോകാം. പിന്നെ അവിടെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അതിനൊന്നും നിന്നിട്ടില്ല. നമ്മൾ കൂടുതൽ സമയവും ഇവിടെ വരുമ്പോൾ അവിടെയൊക്കെ പോകാറുള്ളതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ പോയില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം നല്ല ആ ഒരു ഗ്രീനറി നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറിയ കാറ്റും മഴ സമയമൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടെ തണുപ്പും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം കറങ്ങിയപ്പോൾ തന്നെ ഇരുട്ടായി. നമ്മൾ ചെന്നപ്പോൾ തന്നെ 5:30 ആയി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ മേടിച്ചതിന് ശേഷം നേരെ റൂമിൽ വന്നു. റൂം അപ്പം എടുത്തതേ ഉള്ളൂ. നമുക്ക് ഈ റൂം 2000 റുപ്പീസിനാണ് ഈ റൂം കിട്ടിയത് കേട്ടോ. 2200 ആ ഒരു റേഞ്ചിൽ. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിലും നല്ല റൂമായിരുന്നു. നല്ല തണുപ്പും കോടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അതിൻ്റെ റൂം ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. എല്ലാം നല്ലതായിരുന്നു കേട്ടോ. നല്ല ഈ ഒരു റേറ്റിന് ഭയങ്കര ഒരു നല്ല വെർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഈ റൂംസ്. അങ്ങനെ രാവിലെ 5:45 കഴിഞ്ഞപ്പോൾ എൻ്റെ കൊച്ച് എണ്ണീറ്റു കേട്ടോ. എന്നിട്ട് എന്നോട് പറയാം, അമ്മ ബാൽക്കണി പോകണമെന്ന്. അങ്ങനെ ഞാൻ 5:45 സമയത്താണ് അവിടെ. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഒരു 7 മണിയുടെ ഒരു ലുക്കൊക്കെ ഇല്ലേ. നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര കോടയല്ല, എന്നാലും കോടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഴ സമയമൊക്കെ അല്ലേ. എന്നിട്ട് മെറി രാവിലെ എണ്ണീറ്റിട്ട് തണുപ്പുണ്ടായതുകൊണ്ട് അവിടെ പുതച്ച് വന്നിരിപ്പുണ്ടായിരുന്നു. പിന്നെ കോടയൊക്കെ മാറിയപ്പം ഈ ഒരു സമയമുണ്ടല്ലോ, 6 മണി 6:15 സമയമാണ്. അപ്പം തന്നെ നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഉറക്കവും പോയി. ഉറക്കം കളഞ്ഞവൾ പുതച്ച് മൂടിയിരിക്കുന്നു. പിന്നെ ഞാൻ സച്ചിനെ വിളിച്ചുണർത്തിയില്ല. സച്ചിനെയും കൂടെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിക്കുമായിരുന്നു. ഇപ്പം നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴെ ഏലകൃഷിയും ഈ പ്ലാവും ഒക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു റൈറ്റ് സൈഡിലെന്ന് പറയുന്നത് നമ്മുടെ തേയിലത്തോട്ടങ്ങളാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വെർത്തിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ സ്റ്റേ. അതുപോലെ ഈ ഒരു എമൗണ്ടിൽ 2200 ആ റേഞ്ചാണ്. ആ ഒരു എമൗണ്ടിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആയിരുന്നു. അതായത് ഇഡ്ഡലി ഉണ്ടായിരുന്നു, ദോശ, സാമ്പാർ, ഉഴുന്നുവട, പിന്നെ എഗ്ഗ്, ചായ, ഇത്രയും ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റേ ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. എന്നിട്ട് എനിക്ക് വീണ്ടും ഉറക്കം വന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ എന്നിട്ട് വീണ്ടും വന്ന് കിടന്നു. എന്നാൽ ഇത്തിരി നേരം ഉറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവൾ അവിടെ കൂടെ ചാടി നടക്കുന്ന കണ്ടിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. അങ്ങനെ അവളുടെ കൂടെ ഞാൻ പതുക്കെ എണ്ണീറ്റ് അവിടെ ഇവിടെയൊക്കെ പോയിരുന്ന് 8:30 ആയപ്പം ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു കേട്ടോ. നമുക്ക് നേരത്തെ ഇങ്ങ് പോരണമായിരുന്നു. 11 മണിക്കാണ് ചെക്കൗട്ട് ടൈം. എന്നാലും അതിന് മുന്നേ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ 9 ആയപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ ആ വിൻഡോയുടെ സൈഡാണ്, ഒരു സൈഡാണ് അതിൻ്റെ മെയിൻ ഫ്രണ്ട് വ്യൂ ആണ് ആ കാണുന്നത്. അപ്പോൾ ഇതുപോലെ 2 ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. അവിടെ TV കാണാം. പിന്നെ മാരേജ് ജനിച്ചതിന് ശേഷം നമ്മൾ പിന്നെ TV കാണാറില്ല. ഈ കാർട്ടൂൺ മാത്രമേ നമ്മൾ കാണാറുള്ളൂ. അങ്ങനെ നമ്മൾ ഒരുങ്ങി ഇറങ്ങുകയാണ് കേട്ടോ വീണ്ടും.
അപ്പോൾ ഞാൻ വീഡിയോ ഒന്നുകൂടി എടുക്കുകയാണ്, കാരണം രാത്രിയിൽ അത്ര നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല വൃത്തി നല്ലതായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂംസും റൂമും ഒക്കെ നല്ലതായിരുന്നു. ഇതാ ഇവിടെ ഒരുങ്ങിക്കെട്ടി നിൽപ്പുണ്ട് ഒരാൾ. അത് കഴിഞ്ഞിട്ടാ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത്, കണ്ടോ? ഇതാണ് ബെഡ് വരുന്നത്. പിന്നെ വെളിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ ചെറിയൊരു ഏരിയ. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ആക്ച്വലി 6 റൂംസേ ഉള്ളൂ. മേലത്തെ 2 റൂം നമ്മുടെ ഈ റൂമും ഓപ്പോസിറ്റ് സൈഡല്ല സൈഡിലായിട്ടൊരു റൂമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോകാൻ നേരം ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്താൽ കേട്ടോ. ഇത്രയുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. അപ്പം വലിയ എക്സ്പെൻസ് ആയോയെന്ന് ചോദിച്ചാൽ ഇതിലും ചെറിയ റൂംസൊക്കെ കിട്ടും കേട്ടോ. 2000-ലും കുറഞ്ഞ റൂംസൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചോയ്സ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഇവിടെയാണ് താമസിച്ചത് കേട്ടോ. അപ്പോൾ ഇതിലും കുറഞ്ഞതൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകല്ലേ, ഇത്തിരി വൃത്തിയൊക്കെ വേണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് വാഗമണ്ണിൽ നിന്ന്. അങ്ങനെ എന്താ പറയുക, തിരിച്ച് എപ്പോഴും ഇവിടെ വന്നിട്ട് തിരിച്ച് പോകുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക സങ്കടമാണ്. കാരണം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ വരിക, ഒന്ന് സ്റ്റേ ചെയ്യുക, അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മാങ്ങയും നെല്ലിക്കയൊക്കെ മേടിച്ചു. മെറി ഈ ചെവി വെച്ചേക്കുന്ന ഒരു സംഭവം മേടിച്ചു. ഇതൊക്കെ നമ്മൾ ഇന്നലെ പോയ മൊട്ടക്കുന്നില്ലേ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങൾ പതിക്കെ യാത്ര വീണ്ടും തുടങ്ങി. എനിക്കാണെങ്കിൽ ഇങ്ങനെ വണ്ടിയിലിരിക്കുമ്പോൾ ഇതൊക്കെ കഴിച്ചിരിക്കുന്ന കേട്ടോ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അങ്ങനെ പിന്നെ 2 സൈഡും നോക്കി പതുക്കെ വീട്ടിലോട്ട് പോരുവാണേ. നല്ല ഭംഗിയല്ലേ ഈ ഇറങ്ങുമ്പോൾ ഈ പുലിയാണോ അതിനെ കണ്ടുകൊണ്ട് ഇറങ്ങുമ്പോൾ ഈ വാഗമൺ പോകുന്നവർക്കൊക്കെ ഒരു പ്രത്യേക ഒരു ഇമോഷണൽ ഒരു ഇതുണ്ടാവും. കാരണം അങ്ങോട്ടേക്ക് കയറുമ്പോഴും ഇതിനെ കണ്ടുകൊണ്ട് കയറുമ്പോൾ എന്തോ ഒരു സന്തോഷം. തിരിച്ചിറങ്ങുമ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു, കണ്ടില്ലേ? അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഐസ്ക്രീംസൊക്കെ കഴിക്കാനാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ സമയത്തൊക്കെ ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഫാമിലി ആയിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ഈ സ്കൂളൊക്കെ തുടങ്ങി പിള്ളേരെ സ്കൂളിൽ വിടുക, അവർ തിരിച്ചു വരിക, അവരുടെ കാര്യം നോക്കുക. അപ്പോൾ എല്ലാം കഴിയുമ്പോൾ ഈ സാറ്റർഡേ ആകുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്കൊന്ന് പോകുന്നത് ഭയങ്കര നല്ല, ഒത്തിരി എക്സ്പെൻസ് ഒന്നും ആവില്ലല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.